ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളം ഫസ്റ്റ്, അതായത് കേരള പാഠാവലിയുടെ ഒരു ചാപ്റ്റർ എടുക്കാം. നമ്മളിതുവരെ കേരള പാഠാവലിയും ഒന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പം നമുക്കതൊന്നും എടുക്കാം. നോക്കിക്കോളൂ. അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്താണ്. ഇനി ഞാൻ ഉണർന്നിരിക്കാം അല്ലേ, എന്താണെന്ന് നോക്കാം. വാർദ്ധക്യത്തിന് താങ്ങും തണലുമായ സ്കൂൾ വിദ്യാർത്ഥികൾ. ഇവിടെ ഒരു പത്രവാർത്തയുടെ ഒരു കുറച്ച് ഭാഗം അതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കേ. വടകര. നിലവിളിക്കാൻ പോലും ആകാതെ വാർദ്ധക്യത്തിൽ നൊന്തു കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ തയ്യാറായി ഒരു പറ്റം കുരുന്നു വിദ്യാർത്ഥികൾ. പറമ്പിൽ LP സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വനമേകാൻ കൈകോർക്കുന്നത്. വാർദ്ധക്യമായ ജീവിതം പിന്നാമ്പുറക്കോലായിലും ഇരുട്ടുമുറികളിലും വൃദ്ധസദനങ്ങളിലുമല്ലെന്നും ജീവിത സായാഹ്നം ഇളം തലമുറയ്ക്കൊപ്പമാകണമെന്നുമുള്ള പ്രഖ്യാപനമാണ് കുട്ടികൾ നടത്തിയത്. 5ാം തരം പാഠപുസ്തകത്തിലെ കുഞ്ഞുണ്ണി മാഷുടെ മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്നൊരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം എന്ന വരികളുടെ ചർച്ചയ്ക്കിടയിലാണ് വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന 6 മക്കളെ പ്രസവിച്ച അമ്മയെപ്പറ്റി അമൃത പറഞ്ഞത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഇറങ്ങി. സ്കൂൾ പരിസരത്ത് 75 വയസ്സിന് മുകളിലുള്ള 12 പേരെ ഇവർ നേരിൽ കണ്ടു. സ്നേഹം കൊതിക്കുന്ന ആ കണ്ണുകളാണ് അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രേരണയായത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഒരു സ്കൂളുണ്ട്, പറമ്പിൽ SP സ്കൂൾ. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങളിലും അങ്ങനെയൊക്കെ പോകുന്ന ഈ വാർദ്ധക്യത്തിൽ പെട്ട് കിടക്കുന്ന ഓരോ വൃദ്ധന്മാരും അങ്ങനെയൊക്കെ ഇവരൊക്കെ ഇല്ലേ. അപ്പോൾ അവരെയൊക്കെ സന്തോഷമായി, അവർക്കൊക്കെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവർക്കൊക്കെ സ്നേഹം സന്തോഷമൊക്കെ നൽകാനായിട്ട് ആര് തയ്യാറാവുകയാണ്? പറമ്പിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാവുകയാണ്. അപ്പോൾ നോക്കൂ, ഈ പത്രവാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്യുക. എന്താണ് നമ്മൾ പ്രതികരണം? ഒന്നിനും ആവാത്ത അല്ലേ, ഒന്നിനും ആവാത്ത ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരു താണും തണലുമായി ആരാണ് ഇരിക്കുന്നത്? പറമ്പിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണല്ലേ. അപ്പോൾ ഇത്രയും വേദന നിറഞ്ഞ കഷ്ടപ്പാടും സ്വാതന്ത്ര്യമേകാനായിട്ട് കൈകോർക്കുന്ന അവർക്കൊക്കെ സ്നേഹവും അതൊരു സന്തോഷമൊക്കെ നൽകാനാണ് ആര് ശ്രമിക്കുന്നത്? ഈ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രവേശക പ്രവർത്തനത്തിലുള്ളത്. നമുക്ക് അടുത്ത നമ്മൾ ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്? സാന്ദ്ര സൗഹൃദമാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നമുക്ക് നേരെ പോവാം. നോക്കിക്കോ, സാന്ദ്ര സൗഹൃദം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ വരിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സാന്ദീപനി ഗൃഹേ പണ്ട്, അതായത് സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിൽ, അതായത് വീട്ടിൽ പണ്ട് സാഹസാൽ എന്ന് വെച്ചാൽ കഴിവിനപ്പുറമുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ അതിനാണ് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം ആദരവോടുകൂടി വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും, വേദശാസ്ത്രങ്ങൾ പഠിച്ചതും. അതായത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പണ്ട് കാലത്ത് നമ്മൾ കഴിവിനപ്പുറമുള്ള പ്രവൃത്തിയൊക്കെ ചെയ്ത് നല്ല ആദരവോടുകൂടി വേദശാസ്ത്രങ്ങൾ നല്ലപോലെ പഠിച്ചെടുത്തതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖി സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? സാന്ദ്ര സൗഹൃദ സംബന്ധം, അതായത് സാന്ദ്രമായ സൗഹൃദമുള്ള നമ്മുടെ ഈ ചേർച്ച നമ്മൾ എപ്പോഴാണ് ഉണ്ടായതെന്ന് അങ്ങ് ഓർക്കുന്നില്ലേ? മഹത്വമുള്ള ഭവാൻ ഒന്നും ഓർക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിൽ ഒത്തൊരുമയുടെ കൂടി പഠിച്ചപ്പോഴാണ് ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള അത്ര ആത്മാർത്ഥ സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥ സൗഹൃദം ഉണ്ടായതല്ലേ. ഇനി അടുത്ത് നോക്കിക്കോ. ഗുരുപത്നി നിയോഗിന കഥാചന നാമെല്ലാരും ഒരുമിച്ച്
അതായത് സാന്ദീപനി മഹർഷിയുടെ ഭാര്യ, അതായത് ഗുരുവാണ് ആര്, സാന്ദീപനി മഹർഷി അല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ പത്നിയുടെ ആജ്ഞപ്രകാരം എന്ത് ചെയ്തു ഇവർ എല്ലാവരും കൂടെ, ശ്രീകൃഷ്ണനും കുചേനും അതുപോലെ തന്നെ ബാക്കി സഹപാഠികളും കൂടെ ചേർന്ന് അവരെവിടെ വിറകൊടിക്കാനായി പോയി, കാട്ടിലേക്ക് വിറക് ശേഖരിക്കാനായിട്ട് പോയേക്കാണ്. പേരും കാട്ടിലെ പൊക്കിന്തനമോടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. അതായത് പെരുങ്കാട്ടിൽ അവർ പ്രവേശിച്ച് അവർ ആ വിറകൊക്കെ ഒടിച്ച് കെട്ടി വെച്ചതെന്നും അത് അപ്പോഴേ കെട്ടി വെച്ചപ്പോഴത്തേക്ക് എന്തായി, സൂര്യൻ അസ്തമിച്ചല്ലേ, അതായത് വൈകുന്നേരം സന്ധ്യയായി. അപ്പോൾ ഇതൊന്നും ഭവാനൊന്നും മറന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടും കാറ്റും കൂടിയിട്ട സ്മാകം. അതായത് അവർ വൈകുന്നേരം അപ്പോൾ അവർ വിറകൊടിക്കാനായി പോയി. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് അപ്പോൾ കുറേ കൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി, നല്ല കൂരിരുട്ടായി. എന്നിട്ട് എന്തൊക്കെ വന്ന്, നല്ല മഹാമഴയും കൊടുങ്കാറ്റും വന്ന്. മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നമ്മെല്ലാം ഒരുമിച്ചതും. അപ്പോൾ ഈ എല്ലാ ഈ കാറ്റും ഈ കൊടുങ്കാറ്റും മഹാമഴയും എല്ലാം കൂടെ വന്നപ്പോൾ ഇവർക്ക് നല്ല നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നു. പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റ് തെന്നുൾ കാമ്പിലോർത്തൊരു തൂരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. അപ്പം ഇത്രയും നല്ല ഈ കാറ്റും ഇതൊക്കെ വന്നപ്പോൾ അവർ ചെയ്തത്, ഒരു ഗുഹയ്ക്കുള്ളിൽ എല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ച് എല്ലാവരും കൂടെ ഗുഹയ്ക്കുള്ളിൽ എന്ത് ചെയ്തു, ഒളിച്ചിരുന്നു. രാവിലെ ആകും വരെ ഗുഹയ്ക്കുള്ളിൽ കഴിയാമെന്ന് അവർ ചിന്തിച്ചു. കോർത്തു കൈകൾ പീഡിച്ചതും പിന്നെ പേടിത്തീരും വണ്ണം മാർത്താണ്ഡനും മുദിച്ചതും മറന്നില്ലല്ലേ. അപ്പോൾ അവരത്രയും പേടിയായിട്ട് അവരെന്ത് ചെയ്ത് ആ ഗുഹയ്ക്കുള്ളിൽ കയറിയില്ലേ. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്ത് പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് പേടി തീരും വണ്ണം അവിടെ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. അപ്പം മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ. അപ്പോൾ സൂര്യൻ ഉദിച്ചതൊന്നും അവരാരും അറിഞ്ഞിരുന്നില്ല. താപസനന്ദിക്കു നമ്മെ കാണാനിട്ടു പത്നിയോട് കോപിച്ചതും പുലർക്കാളെ തിരഞ്ഞു കാണുവാൻ. അപ്പോഴേ രാവിലെയായിട്ടും കാണാത്തോണ്ട് സാന്ദീപനി മഹർഷി ഭാര്യയോട് കോപിച്ചിട്ട് ഇവരെല്ലാവരും അവരത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ, അവരെ തപ്പിയെടുക്കാനായിട്ട് ആര് പുറപ്പെട്ടു, സാന്ദീപനി മഹർഷി പുറപ്പെട്ടു. ഇപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ സാന്ദീപനി മഹർഷി ശിഷ്യന്മാരെ തേടി പോയിരുന്നു. താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കൂടൊന്നും നാം പേടിച്ചു വിറകും കൊണ്ടരികെ ചെന്നതും. അപ്പം സാന്ദീപനി മഹർഷി തൻ്റെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ആര് വന്ന്, അവിടുത്തെ ശിഷ്യന്മാർ വന്ന് അവിടെ പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തോ ഉണ്ടായിരുന്നു, കയ്യിൽ വിറകും ഉണ്ടായിരുന്നു. ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. അപ്പോൾ ഇവരെ ഗുരുവിനെ കണ്ടതും എന്ത് ചെയ്തു, ഗുരുവിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു. സന്തോഷത്താൽ നമസ്കരിച്ച്. അപ്പം ഇവരെല്ലാം അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു, ഈ ഗുരുവിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഗുരു അവരെ സന്തോഷത്തെ എന്ത് ചെയ്തു, ഗുരു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. എന്നുവെച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ആർക്കെങ്കിലും ജന്മസാഫല്യം വരുമോ എന്നാണ് ഈ വരിയുടെ അർത്ഥം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇത് ആരെഴുതിയതാണ്, രാമപുരത്ത് വാര്യരാണ്. ഈ സാന്ദ്ര സൗഹൃദം ഏതെന്നെടുത്തതാണ്, രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്തതാണേ.
ക്വസ്റ്റ്യൻ ആൻസർ വേറൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. താങ്ക് യു എവരി വൺ.